പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തെ സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയത്തിലേക്കാണ്. അതിൻ്റെ ഒന്നാം ഭാഗം. ശരിക്കും എല്ലാ കുട്ടികളും മുതിർന്നവരുൾപ്പെടെ എല്ലാവരും സന്ദർശിച്ചിരിക്കേണ്ട ഒരു സ്ഥലമാണത്, സയൻസ്. ഇതിനോടൊപ്പം തന്നെ പ്രിയദർശിനി പ്ലാനറ്റോറിയം ഉണ്ട്. ഇത് ഇന്ത്യൻ എയർഫോഴ്സ് പണ്ട് ഉപയോഗിച്ചിരുന്ന നാറ്റ് വിമാനമാണത്. പഴയ പുലിയാണ്. ഇത് PSLV റോക്കറ്റിൻ്റെ മാതൃകയാണ്. ഇതെല്ലാം സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയത്തിൻ്റെ മുറ്റത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ്. നമ്മുടെ ISROയുടെ പടക്കുതിരയാണ് PSLV. ഏറ്റവും കൂടുതൽ ലോഞ്ച് ചെയ്തിട്ടുള്ള റോക്കറ്റ്. ഇത് ഭൂമിയുടെ ഒരു വലിയ മാതൃകയാണ്, കറങ്ങുന്നൊരു മാതൃകയാണ്. ഇത് ASLV എന്ന് പറയുന്ന ആദ്യകാല റോക്കറ്റുകളിലൊന്നാണ്. സൗണ്ടിങ് റോക്കറ്റ് എന്നൊക്കെ പറയുന്ന ആ റോക്കറ്റ് വിഭാഗത്തിൽ വരുന്ന റോക്കറ്റുകളാണ്. ഇതിൻ്റെ പിന്നിൽ കാണുന്ന മനോഹരമായ ബിൽഡിങ് തിരുവനന്തപുരം ആകാശവാണിയുടെ FM റേഡിയോ നിലയമാണ്. ഇവിടെ നിന്നാണ് അത് സംപ്രേഷണം ചെയ്യുന്നത്. ഒരുപാട് കുട്ടികൾ സ്കൂളുകളിൽ നിന്ന് ടൂർ വരുന്നൊരു സമയത്താണ് ഞാനിവിടെ പോയത്. ഇതാണ് പ്രിയദർശിനി പ്ലാനറ്റോറിയം. ഈ പ്ലാനറ്റോറിയത്തിലെ പ്രദർശനം ഞാനൊന്ന് ക്യാമറയിൽ പകർത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ടു. അതൊരു ക്യാമറയിൽ പകർത്താൻ പറ്റുന്നൊരു സാധനമല്ല അത്, അതൊക്കെ മേലെയാണത്. ഇത് അകത്ത് കയറിയപ്പോൾ ഉണ്ടായ ഇതാണ് മായൻ ടെമ്പിൾ. ചിൻചുൻ ഇറ്റ്സ എന്നാണ് ഈ സൈറ്റിൻ്റെ പേര്. 1988 വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് യുനെസ്കോ പ്രഖ്യാപിച്ചു. ഇത് ബാബിലോണിയൻ ടെമ്പിളാണ്. ഇസഗില എന്നാണിത് അറിയപ്പെടുന്നത്. മൻഡൂർഖാൻ എന്ന സ്ഥലത്താണ്. ഇതും ഒരു വേൾഡ് ഹെറിറ്റേജ് സെൻ്ററാണ്. 1914 എക്സ്കവേറ്റ് ചെയ്യപ്പെട്ടത്. പിന്നെ സ്റ്റോൺഹെഞ്ച് UK സാലിസ്ബർഗ് എന്ന സ്ഥലത്ത് നിന്ന് അത് കണ്ടെത്തിയത് 5000 വർഷങ്ങൾക്ക് മുമ്പുണ്ടാക്കി എന്ന് പറയപ്പെടുന്നതാണ്. യുനെസ്കോയുടെ മറ്റൊരു വേൾഡ് ഹെറിറ്റേജ് സെൻ്ററാണ്. സൂര്യപ്രകാശം ഉപയോഗിച്ച് സമയം പറയുന്നൊരു സംഭവമാണ്. ജന്തർ മന്തർ ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് വാനനിരീക്ഷണവുമായി ബന്ധപ്പെട്ട പരീക്ഷണം നടന്നിരുന്ന ഒരു പഴയ സ്ഥലമാണ്. ഇത് 1723 ജയ്പൂർ മഹാരാജാവിന് ജയ്സിംഗ് ആണ് ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയത്. പിരമിഡ് ഓഫ് ഗിസ, മാച്ചു പിച്ചു ഇൻക സംസ്കാരത്തിൻ്റെ വിളനില. ഇത് പെറുവിലാണ്. 1983 വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ചു. ഗലീലിയോ ഗലീലി വാനനിരീക്ഷകനായിരുന്നു. ചന്ദ്രനിലെ പർവ്വതങ്ങൾ, ശനിയുടെ വലയങ്ങൾ, വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങൾ, ശുക്രൻ്റെ പ്രദക്ഷിണഘട്ടങ്ങൾ എന്നിവയെല്ലാം ആദ്യമായി പ്രതിപാദിച്ചത് ഗലീലിയോ ഗലീലിയാണ്. റിഫ്ലക്റ്റീവ് ആൻഡ് റിഫ്രാക്റ്റീവ് ടെലസ്കോപ്പ്. റിഫ്ലക്റ്റീവ് ടെലസ്കോപ്പ് അതിലെ കർവ്ഡായിട്ടുള്ള മിററുകൾ ഉപയോഗിച്ച് പ്രകാശത്തിനെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിച്ചാണ് ഇമേജ് ഒപ്പിയെടുക്കുന്നത്. എന്നാൽ റിഫ്രാക്റ്റീവ് ടെലസ്കോപ്പുകൾ പ്രകാശത്തെ ലെൻസ് ഉപയോഗിച്ച്, അതായത് അതിൻ്റെ ആ ലെൻസാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്. റേഡിയോ ടെലസ്കോപ്പ് ബഹിരാകാശത്തു നിന്നും വരുന്ന വൈദ്യുതകാന്തിക തരംഗങ്ങളെ കണ്ടെത്തി അവയെ
ഒബ്സർവ് ചെയ്തെടുത്ത് ആംപ്ലിഫൈ ചെയ്ത് അതിനെ ആസ്ട്രോനോട്ടുകൾക്ക് പഠിക്കാൻ പറ്റുന്ന പാകത്തിലാക്കി കൊടുക്കുന്ന സംഭവങ്ങളാണ് റേഡിയോ ടെലസ്കോപ്പുകൾ. ഇതൊരു ആൻറ്റിനയും പിന്നെ റേഡിയോ റിസീവറൊക്കെ ഉൾപ്പെടുന്നൊരു സംഭവമാണത്. ചന്ദ്രൻ്റെ ഭ്രമണം മൂൺ ഇയർ എന്ന് പറയുന്നത് 354 ദിവസമാണ്. അതായത് 354 ദിവസം ഒരു ദിവസമാണ് ഒരു വർഷം ചന്ദ്രൻ്റെ. ട്രാൻസിറ്റ് ഓഫ് വീനസ്, അതായത് ശുക്രൻ ശരിക്കും സൂര്യൻ്റെയും ഭൂമിയുടെയും ഇടയിലൂടെ സഞ്ചരിക്കുന്ന ഒരു സമയത്തിനാണ് ട്രാൻസിറ്റ് ഓഫ് വീനസ് എന്ന് പറയുന്നത്. ഈ സമയത്ത് ഭൂമിയിൽ നിന്ന് നമുക്ക് ടെലസ്കോപ്പ് ഇൻപുട്ട് ഉപയോഗിച്ച് സൂര്യൻ കാണാൻ പറ്റും. അതായത് സൂര്യൻ്റെ ഒരു കറുത്ത പൊട്ടായിട്ടായിരിക്കും ആ സമയത്ത്, കറുത്ത പൊട്ടിങ്ങനെ നീങ്ങി പോകുന്ന ഒരു കറുത്ത പൊട്ടായിട്ടായിരിക്കും ഈ ശുക്രനെ നമുക്ക് കാണാൻ കഴിയുന്നത്. ശുക്രൻ്റെ ഒരു വർഷം 241 ദിവസമാണ് ശുക്രൻ്റെ ഒരു വർഷം എന്ന് പറയുന്നത്. എന്നാൽ ശുക്രൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇതിനേക്കാൾ കൂടുതൽ സമയമെടുക്കും. അതായത് ഒരു പ്രാവശ്യം അച്ചുതണ്ടിൽ കടങ്ങാൻ 243 ദിവസങ്ങളേക്കാൾ കൂടുതലെടുക്കും. സോളാർ എക്ലിപ്സ്, ചന്ദ്രൻ ഭൂമിയുടെയും സൂര്യൻ്റെയും ഇടയിൽ നേർരേഖയിൽ വരുന്ന ഒരു സമയമാണ് സോളാർ എക്ലിപ്സ്. അതായത് ചന്ദ്രനാൽ സൂര്യനെ ഭൂമിയിൽ നിന്നും മറയ്ക്കപ്പെടുന്ന ഒരവസ്ഥ, അതാണ് സോളാർ എക്ലിപ്സ്. ഇതാണ് പണ്ട്, അതായത് ആദ്യം പ്ലാനറ്റോറിയത്തിൽ പ്രൊജക്ടറായിരുന്ന സാധനമാണ് ഇതിപ്പോൾ പ്രദർശിപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. പ്രദർശിനി പ്ലാനറ്റോറിയത്തിലെ ആദ്യത്തെ പ്രൊജക്ടറാണ് ഈ കാണുന്നത്. ഇപ്പോൾ പുതിയ എണ്ണമാണ് ഇരിക്കുന്നത്. ഒരു 10-15 വർഷത്തിനകത്ത് വന്നിരുന്നതാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇത് അതിന് മുമ്പുള്ളതാണ്. പക്ഷെ അത് കണ്ടു നോക്കുക, അതിൽ എന്തൊക്കെ സംഭവങ്ങളാണ്, ഇതെങ്ങനെ ഇത് ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. ശരിക്കും മനുഷ്യൻ്റെ സൃഷ്ടികൾ അപാരം തന്നെയാണ്. ടോളമി ഒരു ഗ്രീക്ക് വാനനിരീക്ഷകനാണ്. ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന സിദ്ധാന്തമാണ് പുള്ളിയുടേത്. പുള്ളിക്ക് റിഫ്രാക്ഷനെ പറ്റിയൊന്നും പുള്ളി അധികം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും വെള്ളം, വായു, ഗ്ലാസ് ഇവിടെയൊക്കെ എഡ്ജ് ഭാഗത്ത് നിന്ന് ഭാഗത്ത് പ്രകാശനുണ്ടാകുന്ന ചരിവും മറ്റും പുള്ളിക്കാരന് പഠിക്കാൻ കഴിഞ്ഞു. ആര്യഭടൻ ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിനും ഗണിതശാസ്ത്രത്തിനും വലിയ സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിത്വമാണ്. ട്രിഗണോമെട്രി, ആൾജിബ്ര, പ്ലെയിൻ ട്രിഗണോമെട്രി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ വലിയ സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. കോളല്ലൂർ നീലകണ്ഠ സോമയാജി കേരള സ്കൂൾ ഓഫ് ആസ്ട്രോണമി ആൻഡ് മാത്തമാറ്റിക്സിലെ പ്രമുഖ ഗണിതശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനുമായിരുന്നു. നിക്കോളാസ് കോപ്പർനിക്കസ് പോളണ്ടിൽ ജനിച്ച ഇദ്ദേഹം നഗ്നനേത്രങ്ങളാൽ ഭൂമി ഉൾപ്പെടെ ഓരോ ഗ്രഹവും സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം. ഭൂമി ദിവസേന അതിൻ്റെ അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്നുവെന്നതും ഭൂമിയിലെ ചലനങ്ങളാണ് ആകാശത്തിലെ മാറ്റങ്ങൾക്ക് കാരണമെന്നും അദ്ദേഹം കണ്ടെത്തി. ജോനാസ് കെപ്ലർ ജർമ്മൻ ഗണിതശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനുമായിരുന്നു. 40 വർഷ കലണ്ടറാണത്. 40 വർഷം വരെയുള്ള ഡേറ്റുകൾ കൃത്യമായി നോക്കാൻ കഴിയും. നമ്മുടെ സോളാർ സിസ്റ്റം സൂര്യനും സൂര്യൻ്റെ കൊറോണ ഫോട്ടോസ്ഫിയർ ഇതെല്ലാം
അതായത് സൂര്യനും സൂര്യൻ്റെ കൊറോണ വെച്ചാൽ അകക്കാമ്പ്, അകത്ത് വരുന്ന അകത്ത മഞ്ഞ നിറത്തിൽ കാണുന്ന ഭാഗമാണ് ഏറ്റവും ചൂടേറിയതും ദ്രാവക രൂപത്തിലിരിക്കുന്നത്. സൂര്യൻ മൊത്തത്തിൽ ദ്രാവക രൂപത്തിലാണ്. ഇത് നക്ഷത്രങ്ങളുടെ ടെമ്പറേച്ചർ, ഓരോ നക്ഷത്രങ്ങളുടെയും താപം അവിടെ എഴുതി വച്ചിട്ടുണ്ട്. Magnitude of a star. ബർത്ത് ഓഫ് എ സ്റ്റാർ, അതായത് മഹാവിസ്ഫോടനം പോലെയുള്ള സംഭവം. സൂര്യനും അങ്ങനെയായിരുന്നല്ലോ. നമ്മുടെ സോളാർ സിസ്റ്റം ഉണ്ടായത് ഒരു മഹാവിസ്ഫോടനത്തിൽ നിന്നാണല്ലോ. സ്പൈറൽ ഗാലക്സി, എലിപ്റ്റിക്കൽ ഗാലക്സി, പൾസാർ, ക്വാസാർസ്, ആനുവൽ റിങ്സ് ഓഫ് ട്രീ, അതായത് വാർഷിക വലയങ്ങൾ. ഒരു തടിയുടെ എത്ര വർഷം പഴക്കമുണ്ടെന്നുള്ളതിൻ്റെ വളയം കാണും. ഫസ്റ്റ് ഗ്രോ ഇന്ന് ഏറ്റവും ഇന്നറിലായിരിക്കും, ഫസ്റ്റ് ഇയറിൻ്റെ വളയം. അങ്ങനെ ആ വളയങ്ങൾ എണ്ണി എണ്ണി നമുക്ക് എത്ര വർഷം പഴക്കം ഉണ്ടാകുന്നു കണ്ടുപിടിക്കാൻ കഴിയും. സാൻഡ് ക്ലോക്ക്, അതായത് മണൽ ഘടികാരം. പണ്ട് കാലത്ത് സമയം നോക്കാൻ ഉപയോഗിച്ചു. ഇത് ഹബിൾ സ്പേസ് ടെലസ്കോപ്പാണ്. എന്ത് പവർഫുള്ളാണെന്ന് നോക്കിക്കോളൂ. പ്രപഞ്ച സ്പേസിൽ നിന്നുകൊണ്ട് ഇത് പല വിധത്തിലുള്ള ടെലസ്കോപ്പുകളാണ്. സോഡിയാക് കോൺസ്റ്റലേഷൻ,
റോക്കറ്റുകളെ പറ്റിയുള്ള പഠനം ആരംഭിക്കുകയാണ്. ISROയുടെ ഗാലറിയിലേക്ക് കയറുകയാണ്. ആദ്യകാല റോക്കറ്റിൻ്റെ ചരിത്രം. ചൈനയിലാണ് തുടക്കം. നമ്മുടെ ഇന്ത്യയിൽ ടിപ്പു സുൽത്താനാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമേ റോക്കറ്റുകൾ ഉപയോഗിച്ചിരുന്നത്. അത് യുദ്ധത്തിനായിരുന്നു. ഇതെല്ലാം റോക്കറ്റ് സിദ്ധാന്തമാണ്. എങ്ങനെയാണ് റോക്കറ്റ്, അതായത് ഇന്ധനം കത്തുമ്പോൾ താഴോട്ടുണ്ടാകുന്ന ഒരു തള്ളൽ റോക്കറ്റിനെ മുകളിലേക്ക് ചലിപ്പിക്കുന്നതിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഇത് സ്ട്രാപ്പ് ഓൺ നോസ് കോൺ, റോക്കറ്റിൻ്റെ അഗ്രഭാഗമാണ് നോസായിട്ട് വരുന്നത്. ഈ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നത് ഗൈറോ പോലുള്ള എന്തോ സംഭവങ്ങളാണ്. റോക്കറ്റിൻ്റെ ഗതി നിർണ്ണയ സംവിധാനങ്ങൾ എന്തോ ആണ്. ഇത് റോക്കറ്റിൻ്റെ പേലോഡ് വഹിക്കുന്ന ഭാഗം, നോസ് കോണും പേലോഡ് വഹിക്കുന്ന ഭാഗവും. ഇവിടെ അപ്പോളോ പോലുള്ള പല പല മിഷനുകൾ എഴുതിയിട്ടുണ്ട്. ഇത് മെർക്കുറി മിഷനാണ്. അമേരിക്കയുടെ ആദ്യത്തെ മനുഷ്യനെ കൊണ്ടുപോയ ഫ്ലൈറ്റ് പ്രോഗ്രാമാണത്. ഫെബ്രുവരി 20, 1962 ജെമിനി പ്രോഗ്രാം. മെർക്കുറിയുടെയും അപ്പോളോയ്ക്കും ഇടയിലുള്ള പ്രോജക്റ്റാണ്. അപ്പോളോ 11, നീൽ ആംസ്ട്രോങ് ഒക്കെ ചന്ദ്രനിൽ ആദ്യമായി പോയത്. അപ്പോളോ 12 ആറാമത്തെ മനുഷ്യനെ കൊണ്ടുപോയ മിഷനാണത്. അപ്പോളോ 14 8ാമത്തെ മിഷൻ മനുഷ്യനെ കൊണ്ടുപോകുന്ന. അപ്പോളോ 15 9ാമത്തെ മാൻഡ് മിഷൻ. അപ്പോളോ 16 10ാമത്തെ മാൻഡ് മിഷൻ 2. അപ്പോളോ 17 മൂണിൽ ഒരു വാഹനം ഇറക്കിയത്. ഇത് റഷ്യയുടെയാണ്. ഇനിയുള്ള സോയൂസ് സ്പേസ് ക്രാഫ്റ്റാണ്. സ്പുട്നിക് ഭൂമിയിൽ നിന്നും ആകാശത്ത് പോയ 2ാമത്തെ സ്പേസ് ക്രാഫ്റ്റാണത്. ലൂണ 2 ഇതാണ് ആദ്യത്തെ സ്പേസ് ക്രാഫ്റ്റ് ചന്ദ്രനിലെത്തിയ. ലൂണ 1 ഇത് ചന്ദ്രനിലെത്തിയില്ല. ആദ്യത്തെ വാഹനം അതായിരുന്നു. ഇത് അമേരിക്കയുടെ എക്സ്പ്ലോറർ 1 1958 ഫസ്റ്റ് സാറ്റലൈറ്റ് ലോഞ്ച്ഡ് ബൈ അമേരിക്ക. വീണ്ടും മെർക്കുറിയിലേക്ക് എത്തി. ഇത് നമ്മുടെ ISROയുടെ ചരിത്രം ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. വിക്രം സാരാഭായി എന്ന അമാനുഷികനിലൂടെ ISROയുടെ ചരിത്രം ആരംഭിക്കുന്ന കഥകൾ ഇവിടെ ആരംഭിക്കുന്നു. തുമ്പയിൽ നിന്നുള്ള ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണം, സൗണ്ടിങ് റോക്കറ്റുകളുടെ ആദ്യത്തെ വിക്ഷേപണം. APJ അബ്ദുൽ കലാം, നമ്മുടെ ഏറ്റവും ബഹുമാന്യനായ പ്രസിഡൻറ്റും ഇന്ത്യയുടെ മിസൈൽ മാനും സമാധാനപ്രിയനും എല്ലാമായിരുന്ന, നമ്മുടെ എല്ലാമായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം. അബ്ദുൽ കലാം തിരുവനന്തപുരത്ത് ഒരുപാട് സമയം തിരുവനന്തപുരത്ത് ചിലവഴിച്ചൊരു വ്യക്തിയാണ്. തിരുവനന്തപുരത്ത് സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. IRS സാറ്റലൈറ്റ്, റിമോട്ട് സെൻസിങ്. ഏരിയൽ ഫോട്ടോഗ്രാഫിയും ഡിജിറ്റൽ മാപ്പിങ്ങും ഒക്കെയാണ് IRS ശ്രേണിയിലുള്ള ഉപഗ്രഹങ്ങളുടെ കടലിനെ പറ്റി പഠിക്കുക. ഇതാണ് ഇൻസാറ്റ് വിഭാഗത്തിലുള്ള സാറ്റലൈറ്റുകൾ. ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം ആണ്. ഇതെല്ലാം ജിയോ സിങ്ക്രണസ് ഓർബിറ്റിലെത്തുന്നതാണ്. അതായത് 12,000 16,000 കിലോമീറ്റർ അപ്പുറമാണ് ഈ ഉപഗ്രഹങ്ങളെ സ്ഥാപിക്കുന്നത് GSLV റോക്കറ്റ് ഉപയോഗിച്ച്. ഇതൊക്കെ കമ്മ്യൂണിക്കേഷനും, അതായത് ജിയോ സിങ്ക്രണസ് ആണ്. നമ്മുടെ ഇന്ത്യയെ ഫേസ് ചെയ്ത് ഏത് സമയവും അവിടെ